രക്തസ്രാവം ആരംഭിച്ചിരുന്നു, ഒരു ഇന്റേണൽ ബ്ലീഡിങ് ആരംഭിച്ചിരുന്നു. ആ ഇന്റേണൽ ബ്ലീഡിങ്ങിന്റെ ഭാഗമായി അച്ഛന് ഫിക്സ് വരികയും ആശുപത്രിയിൽ എത്തുന്നവരെ ആ ഫിക്സ് തുടരുകയും അവിടെ ചെന്നപ്പോൾ തന്നെ അച്ഛൻ ബോധമില്ലാണ്ടായി തീരുകയായിരുന്നു. അങ്ങനെ ആ ബോധാവസ്ഥയിൽ 2 ദിവസം കിടക്കുകയും 3-ാം ദിവസമായപ്പോൾ അച്ഛന് ബോധ്യം വന്നു. ബോധം വന്നപ്പോൾ അച്ഛന് ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ സംസാരിക്കുകയും അങ്ങനെ ഞങ്ങളോടൊപ്പം അച്ചാച്ചനുണ്ടായിരുന്നു. അച്ഛൻ സ്വബോധത്തോടു കൂടെ തന്നെ ഞങ്ങളുടെ സഭയിലെ ജയനച്ഛൻ നിന്നും രോഗികളെ സ്ഥിരീകരിക്കുകയും ചെയ്തു. അവസാന നിമിഷം അച്ഛൻ മരിക്കുന്നതിന് മുന്നേ കണ്ട എന്നെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തത്. എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് ഒരു 12 അച്ഛനെ മരിച്ചുപോയ സഹോദരനുണ്ട് കഴിഞ്ഞ വർഷം, ജോർജ്. ഉടൻ തന്നെ ജോർജ് എന്ന് 3-4 തവണ ഉറക്കെ വിളിക്കുകയും പിന്നീട് ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്ത് പിന്നീട് ആൾ സംസാരിച്ചിട്ടില്ല. 2 മണി വരെ ഒരു ദീർഘശ്വാസം വലിച്ച് അങ്ങനെ ആള് മരണമടയുകയായിരുന്നു. ഏതൊരു മക്കൾക്കും അവരുടെ അമ്മമാരാണ് സൂപ്പർ ഹീറോ. അതുപോലെ തന്നെ ഞങ്ങൾ മക്കൾക്കും എൻ്റെ അപ്പനായിരുന്നു സൂപ്പർ ഹീറോ. അച്ചാച്ചൻ എ മാൻ ഓഫ് സെലിബ്രേഷൻ ആണ്. ഏതൊരു വേദി ചെന്നാലും ആ അച്ചാച്ചൻ സാന്നിധ്യം കൊണ്ട് ആ ഒരു സ്ഥലം ആഘോഷമാക്കാനുള്ള കഴിവ് അച്ചാച്ചന് അസാധ്യമായ ഒരു കഴിവുണ്ടായിരുന്നു. നല്ല നല്ല സുഹൃത്തുക്കൾ അച്ചാച്ചനുണ്ടായിരുന്നു. അച്ചാച്ചൻ്റെ പ്രൈം ടൈമിൽ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ അച്ചാച്ചൻ്റെ ഒരു ബജാജ് ബൈക്കിൽ പാറിപ്പറന്ന് നടക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നേ ദിവസം ഞാനും എൻ്റെ ജ്യേഷ്ഠൻ കുട്ടിമോനും അച്ചാച്ചൻ സാന്നിധ്യത്തിൽ അച്ചാച്ചനോട് ക്ഷമ ചോദിക്കുകയാണ്. പലപ്പോഴും അച്ചാന്റെ പല ദുശീലങ്ങളിൽ നിന്നും അച്ചാച്ചനെ നിയന്ത്രിക്കാനായി വാക്കാലും അതുപോലെ തന്നെ പ്രവൃത്തിയാലും ബലം പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അച്ചാച്ചൻ ഞങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. അച്ചാച്ചൻ നമ്മൾ ക്ഷമിക്കുന്നത് ഞങ്ങൾക്കറിയാം. കാരണം അച്ചാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ബന്ധങ്ങൾ വളരെ വലുതാണ്. അത് നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചു. ഞങ്ങൾ മക്കളുടെ ഭാഗത്തുനിന്നോ ബന്ധുമിത്രാദിന്റെ ഭാഗത്ത് അച്ഛനെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾ ക്ഷമിക്കണമെന്ന് അച്ഛൻ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ സുഹൃത്തുക്കളെയോ സഹോദരങ്ങളെയോ അച്ചാച്ചന്റെ വാക്കുകളാൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മക്കളായി ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. അച്ചാച്ചനെ നാട്ടിൽ അറിയപ്പെടുന്നത് മൊട്ടട്ടോമി എന്നാണ്. ഈ ഗ്രാമത്തിന്റെ ഏത് ഭാഗത്തെന്നാലും മൊട്ടട്ടോമിയുടെ മക്കൾ എന്ന് പറയുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നും എപ്പോഴും. ഇന്നേ ദിവസം എൻ്റെ അച്ചാച്ചൻ്റെ മരണം അറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്ന് അച്ചാച്ചന് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ വികാരി അച്ഛൻ പ്രിൻസ് അച്ഛനെയും ജൂബി അച്ഛനെയും കൈക്കാരന്മാരെയും ഒരുപാട് സ്നേഹത്തിൽ ഓർക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാവിധ സജ്ജീകരണം ഒരുക്കിയ ഈ ഇടവകക്കാരെയും ഇടവക കൂട്ടായ്മയെയും ഒത്തിരി നന്ദിയോടെ ഞങ്ങൾ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നേ ദിവസം എൻ്റെ വീട്ടിൽ വന്ന് ഓഫീസിലെ സെബാസ്റ്റ്യൻ മെത്രാനിയും MSF സഭയിലെ എല്ലാ വൈദികരെയും ഈ എൻ്റെ അച്ചാച്ചന്റെ മരണവാർത്ത അറിഞ്ഞ നിമിഷം മുതൽ എന്നെ വിളിക്കുകയും എനിക്ക് ആശ്വാസ വാക്കുകൾ നൽകുകയും ഈ നിമിഷം വരെ എൻ്റെ ഒപ്പം നിന്ന MSF വൈദികരെയും ഞാനായിരിക്കുന്ന കമ്മ്യൂണിറ്റിയിലെ ഷിനോ അച്ഛനെയും അനിലച്ഛനെയും ജോസ്മോൻ അച്ഛനെയും ഈ 3 അച്ഛന്മാരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് എനിക്ക് നൽകുകയുണ്ടായി. അവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചു. എൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം അവരെപ്പോഴും എൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഇടവകയിൽ ആയിരുന്ന വികാരി അച്ഛന്മാർ, സാബു അച്ഛനാകട്ടെ, രോജി അച്ഛനാകട്ടെ, കൃപന്ദ്രച്ഛനാകട്ടെ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് കീഴടങ്ങ ഓരോ അച്ഛന്മാരും കൊച്ചച്ഛന്മാരും എൻ്റെ വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ സ്നേഹത്തിന് ഒത്തിരി സ്നേഹത്തോടെ എന്റെ കുടുംബാംഗങ്ങളുടെ വ്യക്തിപരമായ ഞാൻ എന്റെ കുടുംബപരമായ കുട്ടികളാകുകയാണ്. അവർ ഒത്തിരി അവരെ സ്നേഹിച്ചു, എന്നെക്കാൾ ഒത്തിരി അവർ അവരെ പരിപാലിച്ചു. ഒത്തിരി സ്നേഹമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സഹോദരങ്ങൾ എൻ്റെ അമ്മ വെല്ലുവിളിച്ചു ഒരുപാട് സഹനങ്ങൾ എന്നെ അമ്മച്ചി സ്നേഹിക്കുന്നത് എല്ലാവർക്കും